ഹായ് ഫ്രണ്ട്സ്, ഇതാണ് മാങ്ങഞ്ചി എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഇവിടെ ഞങ്ങൾ കോഴിക്കോട് മാങ്ങഞ്ചി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇഞ്ചി പോലെ തന്നെയാണ്. ഉള്ളിൽ ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു അടയാളമൊക്കെ കാണാൻ നടുക്ക്. പിന്നെ ഇത് ഈ മാങ്ങഞ്ചീൻ്റെ ഇപ്പോൾ ഉള്ള ഈ കാണുന്ന തണ്ടില്ലേ, അതാ ഈ വേരുള്ള ഭാഗം, അത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും കുഴിച്ചിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ വേരുള്ള ഭാഗങ്ങളൊക്കെ ഞാനെടുത്ത് മാറ്റി വെക്കുകയാണ്. ബാക്കി നമുക്ക് യൂസ് ചെയ്യാനെടുക്കാം. ഇതെല്ലാം അടുത്ത വർഷത്തേക്ക് നമുക്ക് കുഴിച്ചിടാം. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അച്ചാറും ചമ്മന്തിയൊക്കെ കേട്ടോ. പച്ചടിയൊക്കെ ഉണ്ടാക്കും ഇതിൻ്റെ ഇല ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. കണ്ടോ, മാങ്ങഞ്ചിൻ്റെ ഇല നമ്മൾ ഇഞ്ചീനെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇലയൊന്ന് കാണിച്ചു തന്നേയുള്ളൂ. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത്, ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുക്കുന്നേ ഉള്ളൂ. അച്ചാറാണ് ഞാനിപ്പോൾ ആദ്യം ഇടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് അച്ചാറിടാം. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്യണം. അതെല്ലാം അങ്ങനെ പൊട്ടിച്ചെടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. കണ്ടോ, ഞാനിപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കണം. ഞാനിപ്പോൾ അത് ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ചെറിയ പീസാക്കി എടുത്തതാണ്, ഇങ്ങനെ കൊത്തി അരിഞ്ഞ പോലെ. ഒരുപാട് അങ്ങ് ചെറുതാവരുത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് കരിവേപ്പില വേണം, കൂടാതെ കായപ്പൊടി വേണം, കായപ്പൊടിയോ വേണം, പിന്നെ ഉലുവ വേണം, പിന്നെ ഇത് അച്ചാർ പൊടി കുറച്ച് എടുക്കണം, വിനാഗിരി വേണം, പിന്നെ നല്ലെണ്ണ ആവശ്യമുണ്ട്, കുറച്ച് നല്ലെണ്ണയുടെ ആവശ്യമുണ്ട്. ഇത് ഞാനിപ്പം ഉലുവ പൊടിച്ചതുള്ളതാണ്. അതല്ലെങ്കിൽ കായും, കട്ടക്കായാണെങ്കിൽ കായും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും ആദ്യം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം, ഒത്തിരി വാടൊന്നും വേണ്ട, ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുത്തെങ്കിലേ ഉള്ളൂ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കട്ട് എന്തോ ഒരു ചുവയൊക്കെ വരും. പക്ഷേ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ ഇഞ്ചീൻ്റെ അച്ചാർ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത്. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാടൊന്നും വാട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും രണ്ടും കുറേശ്ശെ ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര എരിവ് വേണം ആ ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊക്കെ ചെറിയ തീയിൽ തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അച്ചാർ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് വേവൊന്നും വേണ്ട, അതേപോലെ മതി, അങ്ങനെ തന്നെ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ പൊടിയുടെ അളവൊന്നും പറയുന്നില്ല, അത് ആവശ്യത്തിന് എത്ര നിങ്ങൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2-3-4 സ്പൂണ്, കുറച്ച് വലിയ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കൊഴുപ്പൊക്കെ വേണം അച്ചാറിന്. അപ്പോൾ അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതേമാതിരി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉലുവ അഥവാ പൊടി അല്ലെങ്കിൽ നിങ്ങൾ ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തത്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുന്നത് കാണുമ്പോൾ പേടിക്കേണ്ട, ഒരുപാടൊന്നുമില്ല. അതിൽ പാകമായിട്ടുള്ളത് തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നും ഒത്തിരി ഉപ്പാണെന്നുള്ളത്. ലിമിറ്റിനാണത്.
കാരണം നമ്മൾ വിനീഗറൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് അത് കറക്റ്റായിട്ട് വരും. വിനീഗറിൻ്റെ പുളിയെല്ലാം അതിന് ബാലൻസ് ആയിട്ട് വരും. ഇനി നമുക്ക് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വിനീഗർ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ വെച്ചാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഇത് കണ്ടോ, തിള വന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം പാകമാണ്, ഒന്നും അധികമായിട്ടില്ല, എരിവെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊരു ജാറിലേക്കോ എന്തില്ലെങ്കിലും കുപ്പിയിലേക്കോ നമുക്ക് തണുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം ഞാനിതപ്പോൾ ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. നല്ല ടേസ്റ്റാട്ടോ. എവിടെ നിന്ന് കിട്ടിയാലും വിടണ്ട, നിങ്ങൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ മാങ്ങഞ്ചി അച്ചാർ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക. നമ്മളെ പറമ്പിലൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള ഇഞ്ചികളൊക്കെ കളയാതെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ ഇത്രയും ചെറിയൊരു കുപ്പി മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഒത്തിരിയൊന്നും ഇട്ടിട്ടില്ല, ആകെ ഇത്രയും ഇട്ടിട്ടുള്ളൂ. ഇത് തീരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. മാങ്ങഞ്ചി പിന്നെ കേട് വരില്ല, സൂക്ഷിച്ച് വെക്കാം നമുക്ക് കുറച്ച് ദിവസം. അപ്പോൾ ഓക്കെ, ബൈ.